ഇനി മുതൽ വിമാനയാത്രകൾക്ക് ചിലവ് കൂടിയേക്കും. എണ്ണ കമ്പനികൾ വ്യോമയാന ഇന്ധനത്തിന് വില വർദ്ധിപ്പിച്ചതോടെയാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വില കിലോ ലിറ്ററിന് 1318 രൂപ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു. ഒരു മാസത്തിന് പിന്നാലെ ഡിസംബറിൽ വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിച്ചതോടെയാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് വില വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നത്. 3.3% വളർച്ചയാണ് ATFന്റെ വിലയിൽ ഒരു മാസം കൊണ്ട് ഉണ്ടായത്. ഡൽഹിയിൽ 1 കിലോ ലിറ്റർ ATFന് 91,856.84 രൂപയും കൊൽക്കത്തയിൽ 94,551.63 രൂപയും മുംബൈയിൽ 85,861.02 രൂപയും ചെന്നൈയിൽ 95,231.49 രൂപയുമാണ് ഇന്നത്തെ വില. ഒക്ടോബർ 1-ന് കിലോ ലിറ്ററിന് 5,883 രൂപയും സെപ്റ്റംബർ 1-ന് 4,495.5 രൂപയും കുറച്ചിരുന്നു. പിന്നീട് നവംബർ മാസത്തിൽ ഇന്ധനവില 1,318 രൂപയും ഡിസംബർ 1-ന് 2,941 രൂപയും വില വർദ്ധിപ്പിക്കുകയായിരുന്നു. സർക്കാർ എണ്ണ കമ്പനികളായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയാണ് 1-ാം തീയതി ഇന്ധനവില വർദ്ധിപ്പിച്ചത്. എല്ലാ മാസവും 1-ാം തീയതി വ്യോമയാന ഇന്ധനത്തിന്റെയും പാചകവാതകത്തിന്റെയും വില കമ്പനികൾ പുതുക്കാറുണ്ട്. പുതിയ വിലവർധനവോടെ വിമാന ചാർജുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില തുടർച്ചയായ 5-ാം തവണയും വർദ്ധിപ്പിച്ചിരുന്നു. 19 കിലോയുടെ LPG സിലിണ്ടറിന് 16.5 രൂപയാണ് വർദ്ധിപ്പിച്ചത്.